പേര് സനീഷ്. സനീഷ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാനൊരു കോൺട്രാക്ടറിൻ്റെ കൂടെയാണ്. ആണല്ലേ. ഇപ്പം ഷൈനി വിഷയം അറിയാമല്ലോ, തൊടുപുഴയിൽ മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്ത വിവരം അറിയാം. ഇപ്പോഴും ഷൈനിക്ക് നീതി ലഭിക്കുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് വരുന്നില്ല. ഇതിനെ പറ്റിയുള്ള അഭിപ്രായം? അതിൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് എനിക്ക് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷൈനിക്ക് നീതി ലഭിച്ചേ പറ്റൂ. ഷൈനിക്ക് നീതി ലഭിക്കുമ്പോഴാണ് ഷൈനിയുടെ ആ അപ്പനും അമ്മയും കുര്യാക്കോസേട്ടനും ആ ചേച്ചിയും ഇപ്പോൾ അവരുടെ ഒരു ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ മകളെ പഠിപ്പിച്ചു, കല്യാണം കഴിപ്പിച്ച് വളരെ അവരുടെ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് കല്യാണം കഴിപ്പിച്ച് അയച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ടായ അവസ്ഥകൾ അവരെ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റു 4 മക്കളിൽ നിന്ന് ചിലപ്പോൾ സന്തോഷം കിട്ടില്ലെങ്കിലും ഈ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ അവർ വളരെ ദുഃഖിതരായിരുന്നു. ആ അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു മൃഗീയമായ ഒരു മരണവും കൂടി സംഭവിച്ചത്. അപ്പോൾ ഇതിന് ഷൈനി എന്നല്ല, ഇനി ഒരു പെൺകുട്ടികൾക്കും മാതാപിതാക്കൾ കല്യാണം കഴിച്ചു കൊടുക്കണം ഒരു പെൺകുട്ടികൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ ആ പെൺകുട്ടികളുടെ കുടുംബത്തിനും അതേപോലെ പെൺകുട്ടികൾക്കും ഉണ്ടാവാൻ പാടില്ല. അതാണ് എൻ്റെ ഒരു ഇതിൽ പറയാനുള്ളത്. അപ്പൻ്റെ അമ്മയുടെയും ഭാഗത്തുനിന്ന് ഷൈനിക്ക് ഒരു കെയറിങ് ലഭിച്ചില്ലെന്ന് തോന്നുന്നുണ്ടോ? അപ്പൻ്റെ അമ്മയുടെ ഭാഗത്തുനിന്ന് കെയറിങ് ലഭിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. ഷൈനിയുടെ അപ്പൻ്റെ അമ്മയുടെ മനസ്സിൽ ഇത് ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടേണ്ട ഒരു പരിഗണന കിട്ടിയില്ല എന്നുള്ളതാണ്. ഞങ്ങളാ കുടുംബത്തിൽ ഇപ്പോൾ ഞങ്ങൾ 3-4 പേരുണ്ടായിരുന്നു. സണ്ണി സാറുണ്ടായിരുന്നു, അതുപോലെ സജിത മേഡം ഉണ്ടായിരുന്നു. കൂടി ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടായ ആ വീട്ടിൽ നിന്നും പിന്നെ നാട്ടുകാരിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത്, ഭർത്താവിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും കിട്ടുന്ന കെയർ ആ കുട്ടിക്ക് ഒരു കാരണവശാലും ആ ഷൈനി ചേച്ചിക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല. ചേച്ചി പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പെൺകുട്ടികളെ തനിച്ചാക്കിയിട്ട് പോകണ്ടെന്ന് ചേച്ചി എടുക്കാനുള്ള തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ഒരു കാലഘട്ടം അനുസരിച്ച് പെൺകുട്ടികൾ തന്നെ അമ്മയുടെ കെയറിൽ അല്ലാണ്ട്, പ്രത്യേകിച്ച് അച്ഛനമ്മമാരുടെ മൊത്തത്തിലായാലും അമ്മയുടെ കെയറിൽ കണ്ട് വളർന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടികൾ എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് പെൺകുട്ടികൾക്ക് ഒരു മാനസികാവസ്ഥയെ കൊണ്ട് അവർ ഏത് രീതിയിലൂടെയും വളർന്നു പോകാം. അതുകൊണ്ടാണ് ആ ചേച്ചി അങ്ങനെ ചെയ്തതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, ഇനി ഒരിക്കലും ഒരു ഷൈനി ഇവിടെ ആവർത്തിക്കരുത് അങ്ങനെ ഒരു ചരിത്രം. സ്വന്തം കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് ഭാര്യയെ മർദ്ദിക്കുക, അപ്പം ആ മർദ്ദനം ഭാര്യ നിശബ്ദമായിരുന്നു സഹിക്കുക, ഇതിനെപ്പറ്റിയൊക്കെയുള്ള അഭിപ്രായം നിങ്ങൾക്ക് ഒരു കുടുംബമൊക്കെ ഉണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും. അങ്ങനെ നമ്മൾ ഒരിക്കലും നമ്മൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാര്യയോട് നമ്മൾ പെരുമാറേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വകാര്യതയിൽ നമ്മുടെ കുടുംബത്തിൽ മാറ്റി നിർത്തിയിട്ട് അവളെ ഉപദേശിക്കാൻ ചിലപ്പോൾ സ്വകാര്യതയിൽ അവളോട് കാര്യങ്ങൾ തുറന്നു പറയാം. അവൾ തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അവളുടെ തെറ്റിനെ ചൂണ്ടിക്കാട്ടുമ്പോൾ ഒരിക്കലും അവക്കടെ മാതാപിതാക്കളുടെ മുന്നിൽ പോലും വെച്ചും അവളെ തെറ്റ് ചൂണ്ടിക്കാണിക്കരുത്. നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ, അവൾ മാറ്റി നിർത്തിയിട്ട് നമ്മൾ സ്നേഹത്തോടുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്ത് തെറ്റ് ചെയ്താലും അത് അവൾ അംഗീകരിക്കും. നമ്മൾ പറയണത് മറ്റൊരു കൂട്ടുകാരൻ്റെ മുന്നിൽ വെച്ച് മർദ്ദിക്കുമ്പോൾ ഒരിക്കലും ഭർത്താവിനോടുള്ള ഒരു കാഴ്ചപ്പാട് അവൾക്ക് ഉണ്ടാവുകയില്ല. കുടുംബം വീണ്ടും നമ്മുടെ മക്കളത് കണ്ട് പഠിക്കുകയും ചെയ്യും. മക്കൾ വരെ വഴി തെറ്റി പോകാനുള്ളൊരു അവസ്ഥയാണ് ഏതൊരു കുടുംബത്തിലും ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്വകാര്യതയിൽ മാറ്റി നിർത്തി അവളോട് കാര്യങ്ങൾ തുറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ അവൾക്ക് കൊടുക്കുന്ന കെയറുകൾ കൊടുക്കുക. ഒരു പുരുഷൻ ചിലപ്പോൾ തൊഴിൽപരമായിട്ടൊക്കെ, ഇപ്പോൾ ഞാനൊക്കെ കാലത്തെണിച്ച് തൊഴിലും അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തനം പൊതുപ്രവർത്തനവും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാനൊരു ഫോർവേഡ് ബ്ലോക്കിൻ്റെ പ്രവർത്തനവും കൂടിയാണ്, പാർട്ടി പ്രവർത്തനവും കൂടിയാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ചിലപ്പോൾ നമുക്ക് നേരത്തിന് വീട്ടിലെത്താനും പറ്റിയെന്ന് വരില്ല സ്വാഭാവികമായിട്ടും. അപ്പം നമ്മൾ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ ഭാര്യമാരോട് അവർക്ക് എന്താണ് ആവശ്യം, അതുപോലെ തന്നെ അവരുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ തുറന്നു ചോദിച്ച് അവർക്കൊരു കെയറായിട്ട് തോന്നി, ഒരു പുരുഷൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭാര്യ എപ്പോഴും ഭർത്താവ് കൂടെ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യയ്ക്കൊരു വൻ വിജയം തന്നെയാണ്. 100-ന് 110% വിജയം തന്നെയാണ്. ഭർത്താവ് കൂടെ ഇല്ല എന്ന് തോന്നിപ്പോയി കഴിഞ്ഞാൽ അവളുടെ മാനസികാവസ്ഥയും കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലതും സംഭവിക്കുന്നത്. ഭർത്താവിൻ്റെ വീട്ടിൽ, സ്വന്തം വീട്ടിൽ ഭർത്താവിൻ്റെ വീട്ടിൽ ഷൈനി വേലക്കാരിയെ പോലെ ജീവിക്കുക, ശരിക്കും പറഞ്ഞാൽ ശരിക്കും സൈക്കിളായിരുന്നു ഷൈനി. നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? അപ്പോൾ അതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മളിപ്പോൾ ഒരു വേലക്കാരിനെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശമ്പളം മാത്രം കൊടുത്താൽ മതി. അവൾ അങ്ങോട്ട് പോവാണ്, ഡ്യൂട്ടി കഴിഞ്ഞ് പോവാണ്. പക്ഷെ ഭാര്യ അങ്ങനെയല്ല. ഭാര്യ കുടുംബത്തിലെ ഉത്തരവാദിത്വം, ശരിക്കും ഉത്തരവാദിത്വം ഉള്ളതാണ് ഭാര്യ. നമ്മളിപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ ഭർത്താക്കന്മാർ, ഇപ്പോൾ ചേട്ടനൊരു ഭർത്താവാണെന്ന് എനിക്ക് ഭർത്താവായിരിക്കുമല്ലോ, അതുപോലെ തന്നെ കുട്ടികളും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചില്ലെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവരെ കൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ കറക്റ്റായിട്ട് പോയാൽ മാത്രമേ ഭാര്യമാരും തിരിച്ചും സ്നേഹവും കൂടി കിട്ടുള്ളൂ. പിന്നെ വീട്ടിൽ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് വീട്ടുപണി എടുക്കാം. പക്ഷേ ഇതിപ്പോൾ ഷൈനി ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു കഴുതേനെ കൊണ്ട് ജോലി എടുപ്പിച്ചു എന്നുള്ളൊരു അവസ്ഥയാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവണത്. പിന്നെ ഒരിക്കലും ഇപ്പം ഞാനായാലും ആരായാലും ഇങ്ങനെയുള്ള നോബിമാരെ ഇവിടെ സൃഷ്ടിച്ചെടുക്കാനായിട്ട് അവർക്കൊരു പിന്തുണയായിട്ട് നമ്മൾ മുന്നോട്ട് പോകരുത്. അവർ ചെയ്യുന്ന തെറ്റെപ്പോഴും നമ്മൾ
തെറ്റ് തന്നെയാണ് നമ്മൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ ആ നോബിയുടെ കൂട്ടുകാരൻ തന്നെ ഇപ്പം മരിച്ചുപോയ സുഹൃത്ത്, ആ സുഹൃത്ത് തന്നെ ഒരു പക്ഷേ ആ സുഹൃത്ത് ബിജു കൊട്ടേഷൻ അവിടെ പോയി കൊണ്ടുവന്ന ബിജു മരിച്ചുപോയ ബിജു, ആ ബിജു തന്നെ പറയാണ്, ചിലപ്പോൾ അത്ര ആത്മാർത്ഥ സുഹൃത്താവുമ്പോൾ ഇപ്പം എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് എന്നോട് പറയാണ്, ഞാൻ ചെയ്യണ തെറ്റ് എടാ നീ ചെയ്യുന്നത് തെറ്റാണ്, അത് ശരിയല്ല, അത് മാറ്റി ചിന്തിക്കണമെന്ന് ചിലപ്പോൾ ആത്മാർത്ഥ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ തന്നെ അത് മാറ്റം വരുത്തും. ഭാര്യയോട് ചിലപ്പോൾ നമ്മൾ പിടങ്ങി ദേഷ്യപ്പെട്ട് പോകുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് കള്ളു കുടിക്കാത്തവരൊന്നുമില്ല. ഇപ്പം ഞാനൊക്കെ അത്യാവശ്യമൊക്കെ ചിലപ്പോൾ കഴിച്ചിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. പക്ഷെ അത് മദ്യപാനത്തിലൂടെ മദ്യപിച്ചിരിക്കുന്ന സമയത്ത് തന്നെയാലും ഏതൊരു സാഹചര്യത്തിൽ ചായക്കടയിൽ പോയിരിക്കുന്ന സാഹചര്യത്തിലും പറയുമ്പോൾ ആ സുഹൃത്ത് പറയണം, എടാ നീ വീട്ടിൽ ചെയ്തിട്ട് പോകുന്ന തെറ്റാണ്, അതൊന്നും ശരിയല്ല എന്ന് ഉപദേശിക്കണം. അത് അല്ലാണ്ട് എടാ നീ അങ്ങനെയല്ല ചെയ്യേണ്ട, അവൾക്ക് രണ്ടെണ്ണം കൊടുക്കണം എന്നുള്ള ചിന്താഗതി ഇവിടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ ചെല്ലുമ്പോൾ വീണ്ടും നമ്മൾ ആ രീതിക്ക് ചിന്തിക്കുകയുള്ളൂ. സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഹൃത്തുക്കളായാലും ആരായാലും നിർത്തുക, ഭാര്യയുടെ രീതിയിൽ കെയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നല്ല കുടുംബജീവിതം. എന്നും പറഞ്ഞിട്ട് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത കുടുംബമൊന്നും ഉണ്ടാവില്ല. അപ്പം എൻ്റെ വീടുകളിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, സ്വാഭാവികമായിട്ടുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും അല്ലറ ചില്ലറ പിണക്കങ്ങളൊക്കെ ഇല്ലാത്ത കുടുംബം ഉണ്ടാവില്ല. അപ്പോൾ സാറിൻ്റെ കുടുംബത്തിലായാലും ഉണ്ടാവും. അപ്പോൾ നമ്മളെന്താ കാര്യം ചെയ്യും, ആ 10 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ആ ജീവിതത്തെക്കുറിച്ച് ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി, അത് പോട്ടെ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരാവുന്ന വഴക്കുകളാണ് മിക്കതും. ഇങ്ങനെ എല്ലാ കുടുംബജീവിതങ്ങളും ആത്മഹത്യയിലേക്ക് പോകുന്നത് 90% ഇത് തന്നെയാണ് സംഭവം ഉണ്ടാവുന്നത്. ആ വീട്ടിലൊരു അച്ഛനുണ്ടായിരുന്നു, അതായത് നോബിയുടെ ചേട്ടൻ ബോബി അച്ഛൻ. ഇപ്പം അച്ഛൻ്റെ ഒരു കൈകടത്തലൊക്കെ ഇവിടെ കുടുംബ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതൊക്കെ ഒരു അച്ഛനൊക്കെ ഉണ്ടായിട്ട് ഇത്രയും ഒരു വഷളായി പോയതിനെ പറ്റിയൊക്കെയുള്ള എന്താ അഭിപ്രായം? വൈദികർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്രൈസ്തവ സമുദായത്തിൽ വൈദികർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് നേർവഴി, ആ സമുദായത്തിന് നേർവഴി നടത്തേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാടും. അങ്ങനെ തന്നെയാണ് അതിൻ്റെ അറിവും. അവരത് പറഞ്ഞ് ആ കുടുംബങ്ങളിലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പം ഞങ്ങളുടെ ഹൈന്ദവ അടിസ്ഥാനത്തിൽ എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാലും അമ്പലത്തിൽ പോയി തിരുമേനിയുടെ അടുത്ത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞും അതൊക്കെ അങ്ങനെയാണ്. കുടുംബജീവിതം എപ്പോഴും സ്ത്രീകളെപ്പോഴും 90% ഭക്തി സാന്ദ്രമായതായിരിക്കും. ക്രൈസ്തവ കുടുംബത്തിലാണെങ്കിൽ വൈകുന്നേരം പ്രാർത്ഥിക്കണവരായിരിക്കും, ഹിന്ദുക്കളാണെങ്കിൽ നിലവിളക്ക് വയ്ക്കണവരായിരിക്കും, മുസ്ലിംസ് ആണെങ്കിൽ പള്ളിയിൽ പോകുന്നവരായിരിക്കും. അപ്പം ഭക്തിയോടെ ചെയ്ത് കാട്ടിക്കൊടുക്കേണ്ട ഒരു അച്ഛൻ ഇത് നോബിക്ക് സൈഡിൽ നിന്ന് ഈ പെൺകുട്ടീനെ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് തള്ളിവിട്ട അച്ഛൻ ഒരിക്കലും ആ ഒരു വൈദിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ആ പട്ടത്തിൽ വൈദികൻ്റെ ആ ഒരു കുപ്പായം പോലും ഇടാൻ യോഗ്യനല്ല. അല്ല, ഇങ്ങനെ ഈ ബന്ധുക്കളും ഒക്കെ കൈകടത്തിക്കൊണ്ട് ഒരു ജീവിതം ഒരു കുടുംബങ്ങളിൽ ശാശ്വതമല്ലെന്നല്ല ഇത് തെളിയിക്കുന്നത്. ഇങ്ങനെ അമ്മായിയപ്പനും അമ്മായിയച്ഛനും അമ്മായിയമ്മയും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനായ അച്ഛനും ഒക്കെ ഇടപെട്ടല്ലേ ഈ കുടുംബം ഇത്രയും കുളം തോണ്ടിയത്. ഇതല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ അന്വേഷിച്ചിടത്തോളം കാലം ഇത് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മുടെ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾ നമ്മളിപ്പോൾ ഞാനൊരു വിവാഹിതനാണ്, എൻ്റെ അച്ഛനമ്മയും മരിച്ചു. അപ്പോൾ അങ്ങനെ അച്ഛനമ്മയും മരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്ത് വരുമ്പോൾ എൻ്റെ അച്ഛനമ്മയും പറയണം, എടാ നീ ചെയ്യുന്നത് അവളോട് ചെയ്യുന്നത് തെറ്റാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ആദ്യം എടുക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരിക്കണം ഇപ്പം ഭർത്താവിൻ്റെ അമ്മ ആ കയറുന്ന മരുമകളായിട്ട് കാണാണ്ട് മകളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. അല്ല, പൊതുവിൽ അമ്മായിയമ്മയെ കുറ്റം പറയാത്ത മരുമക്കളോ ഉണ്ടാവുമോ? അമ്മായിയമ്മയെ കുറ്റം പറയാത്ത മരുമ ഇന്നൊക്കെ ഫ്രണ്ടിൽ പോലത്തെ കാലഘട്ടങ്ങൾ മാറിപ്പോയില്ലേ. പഴയ കാലത്തൊക്കെയാണ് പറയണത് അമ്മായിയമ്മ മരുമകൾ പ്രശ്നമെന്നൊക്കെ പറയണത്. ഇന്നിപ്പോൾ അതൊന്നും ഇല്ലാണ്ട് പോകാം. പക്ഷേ ചില കുടുംബങ്ങളിൽ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കയറി വരുന്ന പെൺകുട്ടികളെ നമ്മൾ അടിമത്വമാക്കി മാറ്റാണ്. അത് അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് വരുന്ന കുടുംബങ്ങളിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അത് പരിഹരിക്കാൻ പറ്റുന്നൊരു ഭർത്താവ് എപ്പോഴും സ്റ്റഡി ആയിരിക്കണം. ഭർത്താവിൻ്റെ ഡ്യൂട്ടി കറക്റ്റാണെങ്കിൽ കുടുംബത്തിലെ ഒരുവിധം കാര്യങ്ങളൊക്കെ കറക്റ്റഡായിട്ട് പോകും. ഭർത്താവിൻ്റെ നോബിക്ക് ഷൈനിയെ കല്യാണം കഴിച്ചപ്പോൾ മുതൽ ഇഷ്ടമില്ല എന്ന് പറയുന്നു. അതായിരിക്കുമോ ഇങ്ങനെയൊക്കെ ഒരു മാനസിക പീഡനത്തിനൊക്കെ ഇരയാക്കിയത് ഷൈനിയെ? നോബിക്ക് ഷൈനിയെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ അവർ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നല്ലോ. അപ്പോൾ അറേഞ്ച്ഡ് മാരേജ് നമ്മൾ അന്വേഷിച്ചിടത്തോളം നമുക്ക് മനസ്സിലാവണത് സണ്ണി സാറൊക്കെ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള ആൾക്കാരാണ്, ഞാൻ ഇച്ചിരി അകലമാണ്. അപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും അത് നോബിയും ഷൈനിയും പറഞ്ഞ് തീർക്കാവുന്ന പ്രശ്നങ്ങളാണ്. ഇത് നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ്റൂമിൽ പറഞ്ഞ് തീർക്കാവുന്ന പ്രശ്നങ്ങൾ അത് വീടിൻ്റെ മുറ്റത്തേക്ക് പോയി, മുറ്റത്ത് നിന്ന് അത് പൊതുവേദിയിലേക്ക് പോയി. ഇതവിടെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരിലേക്ക് കടന്നു പോയി. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ വഷളായി പോയതാണ് സംഭവം. അല്ലാണ്ട് കുറേയൊക്കെ നോബിയും ഷൈനിയും കൂടി പറഞ്ഞാൽ തീരാവുന്നതാണ്. പിന്നെ അവർ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയായി വന്ന ഷൈനീനെ കെട്ടി കല്യാണം കഴിച്ച് കൊണ്ടുവന്നു. ആ ഷൈനി ഒരു അമ്മയാവണത് എന്തായാലും നോബിയുടെ തന്നെയാണുള്ള പിള്ളേരും. അപ്പം അങ്ങനെ പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ എന്ത് പ്രശ്നമുള്ള നോബിയും ഷൈനിയും കൂടി പറഞ്ഞ് തീർക്കേണ്ടടുത്ത് നോബി അതിന് മുൻകൈ എടുത്തില്ല.
90% ഇപ്പം ഞാൻ അറിഞ്ഞിടത്തോളം മദ്യപാനം ഉണ്ടാവും, മദ്യപാനിയായിരുന്നു. അപ്പം മദ്യത്തിൻ്റെ ലഹരിയിലാവാം. അപ്പോൾ അതൊക്കെ ഒരു കാഴ്ച, അതൊക്കെ മാറ്റി കളഞ്ഞിട്ട് മദ്യം കഴിക്കാത്തവരില്ല. പക്ഷെ മദ്യം കഴിച്ചാൽ നാം മദ്യത്തെയാണ് കഴിക്കണേ എന്നുള്ള കണ്ടീഷനിൽ ഈ കുടുംബജീവിതത്തിനും ആദ്യം നമ്മൾ എന്ത് ഡ്യൂട്ടിക്ക് പോയാലും കുടുംബജീവിതത്തിന് ആദ്യം നമ്മൾ മുൻഗണന കൊടുക്കണം. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. കുടുംബജീവിതം കറക്റ്റഡായി പോവും, ഒരു സ്റ്റഡിയായ കുടുംബജീവിതം പോവും. അപ്പോൾ നമ്മൾ അച്ഛനും അമ്മയും പഠിപ്പിക്കുന്ന കുടുംബജീവിതമാണ് നമ്മുടെ മക്കളും കണ്ടു വളരുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊരു ചൊല്ലുണ്ടല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനമ്മമാർക്ക് കഞ്ഞി കൊടുത്താലാണ് നമുക്കും കഞ്ഞി കിട്ടുള്ളൂ എന്ന് ഒരു പഴമൊഴി കിടക്കുന്നുണ്ട്. അത് നമ്മുടെ മനസ്സിനക്കര സിനിമയിൽ അത് ഷീല അഭിനയിച്ച പടത്തിൽ അത് എടുത്ത് കാണിക്കുന്ന സംഭവങ്ങൾ കൂടിയാണ്. അപ്പോൾ എന്ന് പറയണം, അതൊക്കെ ഒരു അനുഭവ പാഠമാണ് മനസ്സിനക്കര സിനിമയൊക്കെ. അപ്പോൾ എന്ന് പറഞ്ഞോണം നമ്മൾ ചെയ്യണ കാര്യങ്ങൾ കറക്റ്റഡായിരിക്കണം. പണ്ടൊരു കൊച്ചു പറഞ്ഞു എന്ന് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്നാൽ പ്ലാവിലെ അച്ഛൻ പാത്രത്തിൽ കഞ്ഞി കൊടുത്തപ്പോൾ ആ പാത്രം എടുത്ത് കൊച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പ്രായമാകുമ്പോൾ ഞാൻ ഇതിൽ തരുമെന്ന് പറഞ്ഞൊരു പഴമൊഴി കിടക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ കുട്ടികളും കണ്ടുപിടിക്കുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കുടുംബജീവിതത്തിലും ഇനിയൊരു ഇതേപോലെ ഒരു ഷൈനീനെ ഉണ്ടാവില്ല എന്ന് നമുക്ക് വിശ്വസിക്കണം. അങ്ങനെ തന്നെയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ കുട്ടികൾക്ക് ജീവിക്കാനുള്ളൊരു അവകാശം ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ കുട്ടികളെയും കൊണ്ട് ഷൈനി ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു കാണുമ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഞെട്ടലുണ്ടാക്കിയില്ലേ? അത് തീർച്ചയായിട്ടും ഞെട്ടലുണ്ടാക്കി. ഞാൻ ഈ സംഭവം പറയുന്നത് വാട്സപ്പിലൂടെയാണ്, അല്ല ഫേസ്ബുക്കിലൂടെയാണ്. പക്ഷേ ഷൈനി അത് ചെയ്തതിൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൈനിക്ക് കെയർ ആയിട്ടുള്ളത് കുര്യാക്കോസേട്ടനും ചേച്ചിയാണ്, ആങ്ങളമാരുമാണ്. നോബിയുടെ കുടുംബത്തിൽ നിന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഷൈനി ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഷൈനി മരിച്ചു കഴിഞ്ഞാൽ ഈ പെൺപിള്ളേർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കൂടി നല്ല സൗന്ദര്യങ്ങളാണ്. അങ്ങനെയുള്ള സുന്ദരികളായ പെൺകുട്ടികൾ മറ്റൊരു എൻ്റെ കല്യാണം കഴിച്ചു വിട്ട് കഴിഞ്ഞാൽ എൻ്റെ ഒരു അവസ്ഥ വരാൻ പാടില്ല. എന്നാൽ അവരിഞ്ഞ് വഴി തെറ്റിപ്പോകുക. ഇന്നത്തെ നമ്മുടെ ഒരു സാഹചര്യം കാണുമ്പോഴല്ലേ പെൺകുട്ടികൾ തന്നെ പോകുമ്പോഴുള്ള ഇതൊക്കെ. അപ്പോൾ അതൊന്നും വേണ്ട, ഞാൻ പോകുമ്പോൾ എൻ്റെ മക്കളെയും കൊണ്ടുപോയിക്കോളാന്ന്. പക്ഷേ ഇനി അങ്ങനെ ഒരു ചേച്ചിമാരും തീരുമാനം എടുക്കരുത് കേട്ടോ. ആ പെൺകുട്ടികളെ വളരാനുള്ള അവസരം കൊടുക്കാമായിരുന്നു. പക്ഷേ ആ ചേച്ചിയുടെ മാനസികാവസ്ഥ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പക്ഷെ ആ നേരത്തെ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോൾ ആ ചേച്ചീനെ ആരെങ്കിലും ആ സെക്കൻഡിലൊന്ന് പിന്തിരിപ്പിച്ചെങ്കിൽ ചിലപ്പോൾ ആ ഷൈനി ചേച്ചി ഇന്നും ജീവിച്ചിരുന്നേനെ. അതിനെ ഡ്രൈവർ ദൈവത്തിൻ്റെ നാമത്തിൽ ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ ഡ്രൈവർ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ശ്രമം അവിടെ നടന്നില്ല. പിന്നെ ആ നേരത്തെ ഷൈനി ചേച്ചിക്ക് അങ്ങനെ തോന്നിപ്പോയി, ഇനി അങ്ങനെ ഉണ്ടാവരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഷൈനിക്ക് നീതി കിട്ടുമെന്നാണോ അഭിപ്രായം? തീർച്ചയായിട്ടും ഷൈനിക്ക് നീതി കിട്ടുകയും ചെയ്യും. ഷൈനിക്ക് നീതി കിട്ടാനായിട്ട് ഇപ്പം ഞങ്ങളിപ്പോൾ 3-4 പേര് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയും വിവിധ സംഘടനകളും ഇത് കേട്ട് വരണം. ഷൈനിക്ക് നീതി കിട്ടിയേ പറ്റൂ. ഷൈനിക്ക് നീതി കിട്ടിയാലാണ് കുര്യാക്കോസേട്ടൻ വീഴ്ത്തുന്ന കണ്ണുനീരിന് ഒരു അറുതി ഉണ്ടാവുള്ളൂ. അദ്ദേഹത്തിൻ്റെ ആ വീട്ടിൽ പോയി കണ്ട അവസ്ഥ കൊണ്ടാണ്. ഇപ്പം ഞാനും സജിത മേഡം അതുപോലെ തന്നെ സണ്ണി സാറൊക്കെ കൂടിയാണ് പോയത്. നേരത്തെ വന്ന അൽഫോൻസ് ചേച്ചി ഉണ്ടായിരുന്നു. ഞങ്ങൾ 3-4 പേരും കൂടിയാണ് പോയത്. അങ്കമാലിയിൽ നിന്ന് ഞങ്ങൾ എൻ്റെ 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ അമ്മയുടെ ഒരു കാഴ്ച, അമ്മയുടെ സുഖമില്ലായ്മ, കുര്യാക്കോസേൻ്റെ അവസ്ഥ. കുര്യാക്കോസേൻ്റെ ഒരു തൊഴിലാളിയായിരുന്നു. ആ തൊഴിൽ തന്നെയാണ് ഞാൻ ഇന്നൊരു കൺസ്ട്രക്ഷൻ മേഖലയിൽ ചെയ്യണതും. അപ്പോൾ മസേക പണിക്കാരൻ അല്ലെങ്കിൽ ഞാൻ തേപ്പ് പണിക്കാരനാണ് കോൺട്രാക്റ്റിന് കൊടുക്കുക. അപ്പോൾ ഞാൻ പറയുകയാണ്, എന്ത് തൊഴിലെടുത്തായാലും നമ്മളൊരു പെൺകുട്ടീനെ പഠിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ നമുക്കൊരു ആഗ്രഹങ്ങളുണ്ട്. ഒരു സ്ത്രീക്ക് 3 കാലഘട്ടങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനമ്മമാരുള്ള ജീവിതം, അത് കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം, പിന്നെ ഭർത്താവും കുട്ടികളും മൊത്തമുള്ള ജീവിതം, പിന്നെ ജീവിതത്തിലേക്ക് അങ്ങനെ പോകുന്നു. പക്ഷേ എങ്കിലും ഈ ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതത്തിൽ ഒരുപാട് ഭർത്താക്കന്മാരായാലും സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവും അങ്ങും ഇങ്ങുമുള്ള കാര്യങ്ങൾ തുറന്നു പറയാത്തത് കൊണ്ടാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.